ധർമ്മസ്ഥലയിലെ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലുകൾ ശരിവെക്കുന്ന രീതിയിൽ അവിടെ നിന്നും അസ്ഥികൾ ലഭിച്ചു തുടങ്ങി. 1.5 മാസം മുമ്പാണ് ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ സ്വാമി ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളി താൻ ഭീഷണിക്ക് വഴങ്ങി ക്രൂരതയ്ക്കിരകളായ ഒരുപാട് സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയിട്ടുണ്ടെന്ന് രേഖാമൂലം പരാതിപ്പെട്ടത്. സ്വാഭാവികമായും അധികാരികളെ ഞെട്ടിക്കേണ്ട വാർത്തയാണിത്. എന്നാൽ ആ വാർത്തയേക്കാൾ കൂടുതൽ ആളുകളെ ഞെട്ടിച്ചത് രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായോ അനൌദ്യോഗികമായോ ഒരു പ്രതികരണങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. രാജ്യത്തെ ആകെ സ്തംഭിപ്പിക്കാൻ തക്ക ആഴമുള്ള ഗുരുതരമായ ആരോപണമാണ് മുൻ ശുചീകരണ തൊഴിലാളി ഉന്നയിച്ചത്. കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക. പിന്നാക്ക വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കുമൊക്കെ വേണ്ടി നിരന്തരം വാദിക്കുന്ന രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഉന്നാവോയിലും ഹത്രസിലുമെല്ലാം പെൺകുട്ടികൾക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായി പ്രതിഷേധിക്കുകയും പോരാടുകയും ചെയ്ത ആളാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഇപ്പോൾ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഉയർന്നിട്ടും അസ്ഥി അടക്കം ലഭിക്കുന്ന സാഹചര്യമുണ്ടായിട്ടും സംഭവത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ രാഹുൽ ഗാന്ധി തയ്യാറാകാത്തത്. ലോക്സഭാ സമ്മേളനം നടക്കുന്ന സമയമാണ്. BJPയുടെ പിന്തുണയോടെ രാജ്യസഭയിലെത്തിയ വീരേന്ദ്ര ഹെഗ്ഡെയ്ക്കും കുടുംബത്തിനുമെതിരെയാണ് ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത്. എന്നിട്ടും സഭയിൽ ഈ വിഷയം ഉന്നയിക്കാൻ പ്രതിപക്ഷം തയ്യാറായിട്ടില്ല. കോൺഗ്രസ് അധ്യക്ഷൻ കർണാടകക്കാരനായ ഖാർഗെയാണ്. അദ്ദേഹം തന്റെ സ്വന്തം സംസ്ഥാനത്ത് ഇത്തരമൊരു സംഭവം നടക്കുന്നത് അറിഞ്ഞിട്ട് പോലുമില്ലെന്ന ഭാവത്തിലാണ്. സംസ്ഥാനം ഭരിക്കുന്ന സിദ്ധരാമയ്യയോ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറോ കാര്യമായി ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുമില്ല. പരാതി അന്വേഷിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ തന്നെ സർക്കാരിന് ആഴ്ചകൾ വേണ്ടിവന്നു. ഏറ്റവും ഗുരുതരമായ മറ്റൊരു അനാസ്ഥ, ഈ വെളിപ്പെടുത്തൽ ശരിയാണെങ്കിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ സ്ഥലങ്ങൾ സീൽ ചെയ്ത് സംരക്ഷിക്കാൻ പോലും പോലീസോ സർക്കാരോ തുടക്കത്തിൽ തയ്യാറായിരുന്നില്ല. ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് തെളിവുകൾ ഇല്ലാതാക്കാൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അവസരമുണ്ടാക്കി കൊടുക്കുകയല്ലേ ആഴ്ചകളോളം നടപടിയെടുക്കാതെ സർക്കാർ ചെയ്തത്. തനിക്കും കുടുംബത്തിനും സംരക്ഷണം നൽകുമെങ്കിൽ ക്ഷേത്രത്തിലെ ആരോപണ വിധേയരുടെ പേരുകളടക്കം വെളിപ്പെടുത്താൻ തയ്യാറാണെന്ന് ഈ മുൻ ക്ഷേത്ര ജീവനക്കാരൻ പറഞ്ഞിട്ടും സർക്കാരിനും പോലീസിനുമൊന്നും വലിയ ആവേശമൊന്നും ഉണ്ടായില്ല. ജനതാദളും കോൺഗ്രസും BJPയും എല്ലാം മാറി മാറി ഭരിച്ച സംസ്ഥാനമാണ് കർണാടക. അന്നൊക്കെയും ഈ ധർമ്മസ്ഥലയിൽ വെച്ച് പെൺകുട്ടികളെ കാണാതാകുന്നു എന്ന തരത്തിൽ ആരോപണങ്ങൾ ഉയരുകയും അതൊക്കെ വലിയ വാർത്തകളാവുകയും ചെയ്തിട്ടുണ്ട്. 2012 സൗജന്യ കൊലക്കേസ് കർണാടകയെ തന്നെ ഇളക്കി മറിച്ച കേസാണ്. മഞ്ജുനാഥ സ്വാമി ക്ഷേത്രത്തിലെ സന്തോഷ് എന്ന ജീവനക്കാരനെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും കാര്യമായ അന്വേഷണങ്ങളോ നീതി ലഭ്യമാക്കാനുള്ള നടപടികളോ ഒന്നും ഒരു സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. പകരം കേസ് ചർച്ചയാക്കിയ യൂട്യൂബർമാർക്കെതിരെയും വാർത്തയാക്കിയ മാധ്യമങ്ങളുടെ വാ മൂടിക്കെട്ടാനുമായിരുന്നു അധികാരികളുടെ ശ്രമം. കോടതിയിൽ നിന്ന് ഗാങ് ഓർഡർ അടക്കം ഇടിയിപ്പിക്കാൻ ആരോപണ വിധേയക്കായി. കേസിൽ ഉചിതമായ നടപടി കൈക്കൊണ്ടില്ലെന്ന് മാത്രമല്ല, ഈ വെളിപ്പെടുത്തൽ നടത്തിയ ആൾക്കെതിരെയും അയാളെ പിന്തുണയ്ക്കുന്നവർക്കെതിരെയും പ്രതികാര നടപടികൾ എടുക്കുന്ന തിരക്കിലാണ് പോലീസും ഭരണകൂടവും. ഏറ്റവും പുതുതായി വന്ന വാർത്ത പ്രകാരം ഈ വെളിപ്പെടുത്തൽ നടത്തിയ സാക്ഷിക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിലെ അംഗമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭീഷണി ഉണ്ടായിരിക്കുകയാണ്. പരാതി പിൻവലിക്കാനും സമ്മർദ്ദം മൂലമാണ് പരാതി നൽകിയതെന്ന് പറയാനുമാണ് ഭീഷണി. അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി മൊഴി പിൻവലിക്കാനും ആവശ്യപ്പെടുന്നുണ്ട്. വിഷയത്തിൽ ഇടപെട്ട യൂട്യൂബർ സമീറിനെതിരായ നോട്ടീസ് ഉൾപ്പെടെ പ്രതികാര നടപടികൾക്കെല്ലാം ഉദാഹരണമാണ്. ഇതിനിടെ മുസ്ലിമാണ് ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയതെന്നും വിവാദങ്ങൾക്ക് പിന്നിൽ കേരള സർക്കാരാണെന്നും പറഞ്ഞ് കേസിന് വർഗീയ സ്വഭാവവും 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നമാക്കാനും കർണാടക BJP നേതാവിന്റെ ശ്രമവും ഉണ്ടായി. അതിനെയും കോൺഗ്രസ് സർക്കാർ തള്ളിപ്പറയുകയോ നിയമ നടപടി സ്വീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോഴും വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആരെയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഭയപ്പെടുന്നത്? ആരെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്? രാജ്യത്തെ ഒന്നടങ്കം പിടിച്ചുകുലുക്കേണ്ട ഒരു കേസ് എന്തുകൊണ്ടാണ് ഒതുക്കി തീർക്കാൻ കോൺഗ്രസ് സർക്കാർ ശ്രമിക്കുന്നത്? ഭയം തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും സ്വാധീനമാണോ ഈ കേസ് ഒതുക്കി തീർക്കുന്നത് കോൺഗ്രസ് സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത്?